ലക്ഷങ്ങൾ മുടക്കി യൂറോപ്യൻ കൺട്രികളിലേക്ക് പോയി പഠിക്കാൻ കഴിവില്ലാത്തവരാണ് നിങ്ങൾ. എന്നാൽ 10 പൈസ മുടക്കാതെ പോർച്ചുഗലിൽ പോയിട്ട് അവിടെ താമസിച്ചുകൊണ്ട് നമുക്ക് തൊഴിൽ തേടിയെടുക്കാം. അതായത് പോർച്ചുഗൽ ജോബ് സീക്കർ വിസ എന്ന് പറയും. ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയും വേണ്ട, ഒരു ജോബ് ഓഫറും വേണ്ട, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് വേണ്ട, അതായത് IELTS ടോഫൽ ഒന്നും വേണ്ട, നോ ബ്ലോക്ക് അക്കൗണ്ട് വേണ്ട, അക്കൗണ്ടിൽ ഒരു പൈസ ബ്ലോക്ക് ചെയ്യണം. ഏത് രാജ്യത്തുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് വിസ അപ്പോയിന്റ്മെന്റ് കിട്ടും. അപ്പൊ ജോബ് സീക്കർ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഉള്ളൊരു വിസ വേറൊരു കൺട്രി ഇപ്പം നിലവിൽ കൊടുക്കുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. ഇനി ആർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പാസ്പോർട്ട് ഉണ്ടാകണം, ഒരു പാസ്പോർട്ട് 3 മാസമെങ്കിലും വാലിഡിറ്റി ഉണ്ടാകണം. ഇത് ആദ്യം നമുക്ക് കിട്ടുന്നത് 120 ദിവസത്തേക്കാണ്. അത് പിന്നീട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പിന്നെയും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം വർക്ക് വിസയായിട്ട്. ഈ മാസത്തിനുള്ളിൽ നമുക്ക് ജോലി നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ഒരു ക്രിമിനൽ പോലീസ് വെരിഫിക്കേഷൻ വേണം, പിന്നെ ട്രാവൽ ഇൻഷുറൻസ് വേണം, കോപ്പി ഓഫ് റിട്ടേൺ ടിക്കറ്റ് വേണം. ഫൈനാൻഷ്യൽ റിസോഴ്സസ് വേണമെന്ന് വെച്ചാൽ 3 വർഷത്തെ ഗ്യാരണ്ടീഡ് മന്ത്ലി സാലറി വേണം. അതില്ലെന്നുണ്ടെങ്കിൽ അവിടെ പോർച്ചുഗലിലുള്ള ആരെങ്കിലും അതായത് അവിടുത്തെ പെർമനന്റ് റെസിഡന്റ്, ഒരു സിറ്റിസന്റെ ഒരു സൈൻഡ് അഫിഡവിറ്റ് പോലെ സപ്ലൈ ചെയ്ത ഫൈനാൻഷ്യൽ റിസോഴ്സും വേണ്ട. ഇതൊക്കെയാണ് ഈ ജോബ് സീക്കർ വിസയുടെ പ്രത്യേകത. ആദ്യത്തെ 120 ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു 60 ദിവസം കൂടെ നമുക്ക് എക്സ്ട്രാ താമസിക്കാം. ആദ്യത്തെ 120 ദിവസത്തിനുള്ളിൽ നമുക്ക് അവിടെ ജോലി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു 60 ദിവസം കൂടെ നമുക്ക് താമസിക്കാം. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരുപാട് ചെലവ് കുറഞ്ഞതായിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഒരു ജോബ് സീക്കർ വിസ വേറെ ഒരു രാജ്യവും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം കുറഞ്ഞ ചെലവിൽ യൂറോപ്യൻ കൺട്രികളിൽ സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു വിസയാണ് പോർച്ചുഗൽ ജോബ് സീക്കർ വിസ. കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കുന്നുണ്ട്. അപ്പം വീഡിയോ കണ്ടതിന് വളരെ നന്ദി. അപ്പം തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രം മധു.